സർവകലാശാല, അതിൻ്റെ സെനറ്റ്, സിൻഡിക്കേറ്റ്, വൈസ് ചാൻസലർ എന്നൊക്കെ കേട്ടിരുന്ന കാലത്ത് ഇതെന്തോ വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും വലിയ സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് വലിയ സംഭവം? സർവകലാശാല എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം ഏത് മേഖലയിലും ലഭിക്കുന്നതിന് ഉള്ള ഒരു സ്ഥലമാണ്. വെറും വിദ്യാഭ്യാസം ലഭിക്കുക മാത്രമല്ല, ഈ സർവകലാശാലകളിലാണ് എല്ലാത്തരം അറിവുകളെ പറ്റിയും ഗവേഷണം നടത്തി പുതിയ പുതിയ അറിവുകൾ നിർമ്മിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അറിവുകൾ ഉണ്ടാകുന്ന സ്ഥലം. അറിവുണ്ടാകുന്ന സർവകലാശാല മാത്രമല്ല, പുറത്തും ഉണ്ടാവും. പക്ഷേ ഈ സർവകലാശാലകളുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണം നടത്തി പുതിയ അറിവുകൾ തേടുക, അത് അവിടെ സംഭരിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക പല വിധത്തിൽ കൂടി. അങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ അറിവുകൾ പകർന്നു നൽകുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ന് കേരളത്തിലെ ഒരു സർവകലാശാല, അത് പൊതു സർവകലാശാലയാണ്. കോഴിക്കോട് സർവകലാശാലയിൽ ഒരു സെനറ്റ് യോഗത്ത് നടന്നപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തയാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ആ സെനറ്റ് യോഗത്തിന് എതിരെ ഒരു ഭരണകക്ഷിയുടെ ഒരു വിദ്യാർത്ഥി സംഘടന SFI പ്രതിഷേധിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? 108ഓളം അംഗങ്ങളുള്ള ഒരു ഭീമമായ ഒരു വലിയൊരു സെനറ്റാണ്. അപ്പോൾ അതിന് തന്നെ ഒരു മൈതാനം വേണം ഈ സെനറ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ അത് ഒരു ചർച്ച നടത്തുന്ന ഒരു ചർച്ചാവേദിയാണോ, ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തേണ്ട ഒരു വേദിയാണോ, അതോ ഒരു മീറ്റിംഗ് പോലെ ഇരിക്കേണ്ട ഒരു വേദിയാണോ? 108 പേരെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഭരണ വികലതയുടെ ഒരു ലക്ഷണമായിട്ടും കാണാം, അല്ലെ ഭരണ വൈകല്യത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാം. 108 പേര് ഒരു കമ്മിറ്റി, അവിടെ ഇരുന്നാണ് നയതീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സർവകലാശാലയുടെ. അപ്പോൾ അത് ഒരു നയതീരുമാനമായിരിക്കുമല്ലോ. അപ്പോൾ അത്ര നയങ്ങളാണ് ഇന്നത്തെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത്, ആ സെനറ്റ് എന്ന് പറയുന്ന ഒരു സർവകലാശാലയുടെ നയ തീരുമാനിക്കുന്ന, അവിടെ ഗവേഷണങ്ങൾ എന്തൊക്കെ നടക്കണമെന്നും വിദ്യാഭ്യാസം എന്തൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ആ 108 പേരുടെ വലിയ സദസ്സ്. ആ സദസ്സിൽ ഈ SFI എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലുണ്ടായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പുറകെ നടക്കുന്ന, വിദേശ പ്രത്യയശാസ്ത്രത്തിന്റെ പുറകെ നടക്കുന്ന, അവർ പറയുന്ന ആൾക്കാർ, അല്ലെ അവർ പിന്തുണയ്ക്കുന്ന, അവർ അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ സെനറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും പറഞ്ഞാണ് ഈ സെനറ്റിനെതിരെ, അല്ലെ സെനറ്റിന്റെ യോഗത്തിനെതിരെയുള്ള പ്രതിഷേധം. അതെന്ത് ന്യായമാണ്? സർവകലാശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന് സ്വാതന്ത്ര്യം ഉള്ള ഒരു സ്ഥലമാണ്. അറിവിന് സ്വാതന്ത്ര്യം, ഏതു തരം അറിവിനും സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് ഒരു സർവകലാശാല. എന്നാൽ മാത്രമേ സർവകലാശാലയാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും ക്യാമ്പാണ്. ഇത് SFIയുടെ ക്യാമ്പാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ SFIക്ക് ഇഷ്ടമുള്ള നയം മാത്രമേ അവിടുത്തെ സെനറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് അങ്ങനെയുള്ള ആൾക്കാർ, ആ തരത്തിൽ നയം ഉണ്ടാക്കുന്നവർ മാത്രമേ ആ സെനറ്റിൽ പാടുള്ളൂ എന്ന് SFI പറയുകയാണെങ്കിൽ ഇത് SFIയുടെ ക്യാമ്പാണ് ഒരു സർവകലാശാല. ഇത് നാട്ടുകാരുടെ എല്ലാം പൈസ മുടക്കി, പൊതുപണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സർവകലാശാലയാണ്. അവിടെ ഈ രാജ്യത്തെ എല്ലാവിധ പ്രത്യയശാസ്ത്രങ്ങൾക്കും അവിടെ സ്ഥാനമുണ്ട്. അത് അറിവിന്റെ കേന്ദ്രമാണ്. അപ്പോൾ അറിവിന് ചങ്ങലയിടുന്ന ഒരു സ്ഥലമല്ല സർവകലാശാല. SFI വിചാരിച്ചിരിക്കുന്നത് അവരുടെ അറിവ് മാത്രം, അവരുടെ നിലവാരത്തിലുള്ള അറിവ് മാത്രം ചർച്ച ചെയ്യുന്ന, അതിനെപ്പറ്റി മാത്രം തീരുമാനമെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സർവകലാശാല എന്നുള്ളതാണ്. അറിവിന് ചങ്ങലയിടുന്ന സ്ഥലമല്ല സർവകലാശാല, അറിവിന് സ്വാതന്ത്ര്യം നൽകുന്ന സ്ഥലമാണ് സർവകലാശാല. ഇനി സർവകലാശാല എന്ന് പറയുമ്പോഴത്തേനും ഒരു കല അല്ലല്ലോ അവിടെ. ഇത് സർവകലകളും സർവ അറിവുകളും സർവ മേഖലകളിലുള്ള വിഷയങ്ങളെ പറ്റിയും ഗവേഷണം നടത്താനും ഒക്കെയുള്ള സ്ഥലമാണ് ഈ പൊതു സർവകലാശാല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഈ സർവ എന്ന് പറയുന്നൊരു വാക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ സർവകലാശാല എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമുള്ള ഒരു സംവിധാനമൊന്നുമല്ല. നമ്മുടെ ഭാരതത്തിൽ പണ്ട് നളന്ദ സർവകലാശാല മുതൽ 500 BC മുതൽ ഉള്ള ഒരു രാജ്യമാണ്, അല്ല പ്രദേശമാണ് ഇവിടെ. അതിനുശേഷം യൂറോപ്പിലൊക്കെ 1000 മുതൽ ബൊളോൺ സർവകലാശാല ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പഴയ 1098 മറ്റോ ആണെന്ന് ഉണ്ടാക്കിയത്. അന്ന് മുതൽ 1990-കളിൽ. അതിനുശേഷം ഓക്സ്ഫോർഡ്, അങ്ങനെ 1990-കളിലുണ്ടായ സർവകലാശാലകൾ യൂറോപ്പിലുണ്ട്. അതിനുശേഷം അമേരിക്കയിൽ ഉണ്ടായ പഴയ സർവകലാശാലകളുണ്ട്, ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്, അതുപോലെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സർവകലാശാലകളുണ്ട്. അപ്പോൾ ഈ സർവകലാശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന് സ്വാതന്ത്ര്യമുള്ള, ഏത് വിഷയത്തെ പറ്റിയും ഗവേഷണം നടത്താൻ പറ്റുന്ന, ഏത് പ്രത്യയശാസ്ത്രത്തെ പറ്റിയും അവിടെ ഡിബേറ്റ് നടത്താൻ പറ്റുന്ന, അതിനെപ്പറ്റി അറിവ് നേടാൻ പറ്റുന്ന, അതിനെപ്പറ്റി ഒരു അക്കാഡമിക്കായിട്ട്
ഒരു വിവരമുള്ള ആളുകൾ, വിവരമുള്ള സദസ്സിൽ സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ് സർവകലാശാല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ SFI പറയുന്ന പ്രത്യയശാസ്ത്രം മാത്രം ഇവിടെ നടന്നാൽ മതി, ഞങ്ങൾ പറയുന്ന ആളുകൾ മാത്രം ഇതിൻ്റെ നയ തീരുമാനിക്കുന്ന സെനറ്റിൽ വന്നാൽ മതി, അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രവും ഇവിടെ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സർവകലാശാലയാവുന്നത്? അപ്പോൾ ഇത്രയും കാലം അങ്ങനെയാണ് നടന്നിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ സർവകലാശാലകൾ ഒരു ഡിസ്സർവീസ്, അതായത് നമ്മുടെ നാടിനോട് ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നടന്നിരുന്നതെങ്കിൽ. പണ്ട് ഞാൻ കൊച്ചി ക്യുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സെനറ്റിലോ സിൻഡിക്കേറ്റിൻ്റെയോ ഒരു 2 അംഗങ്ങൾ, ഒരു പ്രായം കുറഞ്ഞ ഇപ്പോൾ MP ആയിരിക്കുന്ന ഒരാൾ, വളരെ പ്രായമായ വേറൊരു അതേ സമിതിയിൽ, സെനറ്റോ സിൻഡിക്കേറ്റ് ആണെന്ന് തോന്നുന്നു, അതിലെ അംഗത്തെ കയർത്ത് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സർവകലാശാലയാണല്ലോ. സർവകലാശാലകൾ സാധാരണ നമ്മുടെ നാടിൻ്റെ മൂല്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത് അവിടുത്തെ മോഡലാകേണ്ടവർ കാണിക്കേണ്ടതാണല്ലോ അത് അവിടുത്തെ. അപ്പോൾ ഇപ്പോൾ MP ആയിരിക്കുന്ന അന്ന് സെനറ്റ് മെമ്പർ ആയിരിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ ഇരട്ടി പ്രായമുള്ള അതേ കമ്മിറ്റിയിലെ ഒരു അംഗത്തോട് വളരെ കയർത്ത് സംസാരിക്കുകയും വളരെ ദേഹത്ത് പിടിച്ച് തള്ളുന്ന പോലെയൊക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, ഇതാണല്ലോ നമ്മുടെ സർവകലാശാലയുടെ ഒരു അവസ്ഥ എന്നുള്ളത്, ഇങ്ങനെയുള്ളവരാണല്ലോ നമ്മുടെ നേതാക്കന്മാരെന്നുള്ളത് അന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്ന് കോഴിക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാക്കൾ, അവർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നവർ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവരൊക്കെ എന്താണ് ഈ സർവകലാശാല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? അതോ ഇങ്ങനെയൊക്കെ മതി ഇവിടെ ഈ കേരളത്തിൽ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കേരളം ഇങ്ങനെ ദാരിദ്ര്യത്തിൽ, ഒരു അടിമത്തത്തിൽ, അറിവിൻ്റെ അടിമത്തത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ അറിവിൻ്റെ അടിമത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണോ ഇത്രമേൽ വാശിയോടെ ഈ അറിവിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെ ഈ CPM-ഉം SFI-യും, CPM-ന്റെ സംഘടനയാണല്ലോ SFI, അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു.